ഇനി ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ നോക്കാം. OnePlusന്റെ ജനപ്രിയ നോട്ട് സീരീസിലേക്ക് പുതിയൊരു മോഡൽ കൂടി എത്താനൊരുങ്ങുകയാണ്. നോട്ട് 6 എന്ന പേരിൽ ഫോൺ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാനാണ് കമ്പനി തയ്യാറെടുക്കുന്നത്. ജൂലൈ മാസത്തോടെ ലോഞ്ച് നടക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജനപ്രിയമായ OnePlus നോട്ട് സീരീസിലെ പുതിയ മോഡലായ നോട്ട് 6 ഇന്ത്യൻ വിപണിയിലേക്ക് എത്താനൊരുങ്ങുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഫോൺ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സീരീസിലെ മുൻ മോഡലായ നോട്ട് 5 ജൂലൈ മാസത്തിൽ ലോഞ്ച് ചെയ്തതിനെ തുടർന്ന് നോട്ട് 6ഉം 2026 ജൂലൈയിൽ തന്നെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ OnePlus നോട്ട് 6 എന്ന പേരിലെത്തുന്ന ഫോൺ ചൈനീസ് വിപണിയിൽ ഈ മാസം പുറത്തിറങ്ങുന്ന OnePlus ടർബോ 6 ആയിരിക്കാം. ജനുവരി 8-ന് ചൈനയിൽ അവതരിപ്പിക്കപ്പെടുന്ന ടർബോ 6 സീരീസിൽ 2 മോഡലുകളാണ് ഉള്ളത്. ടർബോ 6ഉം ടർബോ 6Vയും. OnePlus ടർബോ 6ൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8s Gen 4 പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗെയിമിംഗ് ഉൾപ്പെടെയുള്ള ഹൈ പെർഫോമൻസ് ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ ചിപ്സെറ്റിനൊപ്പം 9000 mAh വമ്പൻ ബാറ്ററിയും ഫോണിലുണ്ട്. 80 വാട്ട് വയർഡ് ചാർജിങ്ങും 27 വാട്ട് വയർലെസ് ചാർജിങ്ങും പിന്തുണ ലഭിക്കും. ഗെയിം ഫോക്കസ് ചെയ്ത ഡിവൈസ് ആയതിനാൽ ക്യാമറ സജ്ജീകരണം ലളിതമാണ്. പിൻഭാഗത്ത് 50 മെഗാപിക്സൽ പ്രധാന സെൻസറും 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ലെൻസും അടങ്ങുന്ന ഡ്യുവൽ ക്യാമറ സജ്ജീകരണമാണുള്ളത്. മുന്നിൽ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വാഹന വിപണിയിൽ മാരുതി സുസുക്കിയുടെ ആധിപത്യം 2025-ലും ശക്തമായി. 22.55 ലക്ഷം കാറുകൾ വിൽപ്പന നടത്തി 9.3% വളർച്ചയാണ് കഴിഞ്ഞ വർഷം കമ്പനി കൈവരിച്ചത്. കണക്കുകൾ പ്രകാരം ഒരു മിനിറ്റിൽ ശരാശരി 4 മാരുതി സുസുക്കി വാഹനങ്ങളാണ് രാജ്യത്തിനകത്തും വിദേശ വിപണികളിലുമായി വിറ്റഴിക്കുന്നത്. ആഭ്യന്തര വിപണിയിലെ ശക്തമായ ഡിമാൻഡിനൊപ്പം കയറ്റുമതിയിലുണ്ടായ വർധനയും വിൽപ്പന റെക്കോർഡിന് നിർണായകമായി. കോമ്പാക്ട് സെഡാൻ വിഭാഗത്തിലെ ഡിസയറാണ് 2025-ൽ മാരുതിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനം. 2.14 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് ഡിസയറിന് ലഭിച്ചത്. വാഗണർ 1.94 ലക്ഷവും, എർട്ടിഗ 1.92 ലക്ഷവും, സ്വിഫ്റ്റ് 1.89 ലക്ഷവും, ഫ്രോങ്സ 1.80 ലക്ഷവും, ബ്രസ 1.75 ലക്ഷവും വിൽപ്പന നടത്തി. വലിയ തോതിലുള്ള പ്രാദേശികവൽക്കരണത്തിലൂടെ ലോകോത്തര നിലവാരം ഉറപ്പാക്കിക്കൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നാണ് മാരുതി സുസുക്കി ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയും വ്യക്തമാക്കുന്നത്. ജീവനക്കാരുടെയും നിർമ്മാണ പങ്കാളികളുടെയും ശക്തമായ സഹകരണം കൂടിയാണ് ഈ വിജയം സാധ്യമാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2024 20.63 ലക്ഷം കാറുകളാണ് മാരുതി സുസുക്കി ആഭ്യന്തര വിപണിയിലും കയറ്റുമതിയിലുമായി വിറ്റഴിച്ചിരുന്നത്. അതിനെ മറികടന്നുള്ള 2025-ലെ പ്രകടനം ഇന്ത്യൻ വാഹന വിപണിയിലെ മാരുതിയുടെ മുന്നേറ്റം ഇനിയും ശക്തമാകുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടെലികോം വിപണിയിൽ വീണ്ടും മാറ്റം സൃഷ്ടിച്ച് ജിയോ പുതിയ പ്രീപെയ്ഡ് റീചാർജ് പ്ലാൻ അവതരിപ്പിച്ചു. 36 ദിവസ വാലിഡിറ്റിയുള്ള 450 രൂപയുടെ ഈ ഫെസ്റ്റീവ് പ്ലാൻ ന്യൂ ഇയറിനോടനുബന്ധിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്ലാൻ അധിക ആനുകൂല്യങ്ങളോടെയാണ് ജിയോ വരിക്കാർക്ക് ലഭ്യമാക്കുക. 450 രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാനിൽ അൺലിമിറ്റഡ് കോളിംഗ്, ദിവസം 2 GB ഡാറ്റ, പ്രതിദിനം 100 SMS എന്നിവ ലഭിക്കും. ഇതിനു പുറമെ അൺലിമിറ്റഡ് 5G ഡാറ്റ ഓഫർ, ജിയോ TV, ജിയോ ക്ലൗഡ് എന്നിവയും ആനുകൂല്യങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 36 ദിവസമാണ് പ്ലാനിന്റെ ആകെ വാലിഡിറ്റി. സ്പെഷ്യൽ ഓഫറുകളുടെ ഭാഗമായാണ് ഈ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പുതിയ ജിയോ ഹോം കണക്ഷൻ എടുക്കുന്നവർക്ക് 2 മാസത്തെ ഫ്രീ ട്രയലും ഉപയോക്താക്കൾക്ക് 3 മാസത്തേക്ക് ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷനും ഈ പ്ലാനിൽ ഉൾപ്പെടുന്നു. കൂടാതെ ജിയോ ക്ലൗഡിൽ 50 GB ഫ്രീ സ്റ്റോറേജും ലഭിക്കും. ഈ പ്ലാനിലെ ഏറ്റവും ശ്രദ്ധേയമായ ആനുകൂല്യമായി 18 മാസത്തെ ഗൂഗിൾ ജെമിനി പ്രോ സബ്സ്ക്രിപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 35,100 രൂപ മൂല്യമുള്ള ഈ സബ്സ്ക്രിപ്ഷൻ 18 വയസ്സിന് മുകളിലുള്ള ഉപയോക്താക്കൾക്കാണ് ലഭ്യമാകുക. 450 രൂപയുടെ പ്ലാനിന്റെ പ്രതിദിന ചെലവ് ഏകദേശം 12.5 രൂപയാണ്. സാധാരണയായി 28 ദിവസ വാലിഡിറ്റിയിലുള്ള പ്ലാനുകൾക്ക് ശേഷം 56 അല്ലെങ്കിൽ 84 ദിവസ വാലിഡിറ്റിയിലുള്ള റീചാർജുകളാണ് വിപണിയിൽ കൂടുതലുള്ളത്. ട്രായുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനായി 30 ദിവസ വാലിഡിറ്റിയിലുള്ള പ്ലാനും ജിയോ അവതരിപ്പിച്ചിട്ടുണ്ട്. പുതിയ വർഷത്തിൽ ഒരു വ്യത്യസ്ത റീചാർജ് ഓപ്ഷൻ പരീക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർക്കും പ്രത്യേകിച്ച് ജിയോ ഹോം കണക്ഷൻ എടുക്കാൻ പദ്ധതിയിടുന്നവർക്കും 450 രൂപയുടെ ഈ പ്ലാൻ ലാഭകരമായ തെരഞ്ഞെടുപ്പായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.